ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊഴുക്കട്ട ശനിയും അതുപോലെ ഓശാന ഞായറിലെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു നല്ല ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും കൂടിയുണ്ട് കേട്ടോ, സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കൊഴുക്കട്ട ശനി നമ്മളുടെ ഓശാന ഞായറാഴ്ചൻ്റെ മുന്നേ ഉള്ള ശനിയാഴ്ച നമ്മളെല്ലാവരും വീട്ടിൽ കൊഴുക്കട്ട ഉണ്ടാക്കും. ഇതൊരു ട്രഡീഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഇടിയപ്പം പൊടി ഉണ്ടല്ലോ, ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ജസ്റ്റ് സ്പൂണും കൊണ്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതങ്ങനെ അടച്ചു വെച്ചാൽ മതി. അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചൂടോടെ തന്നെ നമ്മൾ കൈയിട്ട് ഇത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പം ജസ്റ്റ് അതായത് നമ്മൾ ഈ പുട്ടിനൊക്കെ ആദ്യം വെള്ളം ഒഴിച്ച് വെക്കൂലേ, ആ ഒരു പരുവം ആയിന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഇതേ രീതിയിലാണ് ഞാൻ സാധാരണ ചപ്പാത്തിക്കും ചെയ്യുന്നത്. അന്നേരം നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് പിന്നെ വെള്ളം അവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇടികല്ലിലേക്ക് കുറച്ച് ജീരകവും ഇഞ്ചിയും, അതായത് ചുക്ക്, ഉണങ്ങിയ ഇഞ്ചി, പിന്നെ ഒരു 5-6 ഏലക്കയും കൂടി എടുത്തിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഏലക്കയുടെ തൊലിയെല്ലാം സെപ്പറേറ്റ് തന്നെ കിട്ടും. ഇതിപ്പം അത്യാവശ്യം പൊടിഞ്ഞും കിട്ടിയില്ല. എന്നിട്ട് ആ ഏലക്കയുടെ തൊലി എടുത്തിട്ട് ഞാൻ ആ ശർക്കര പാനിയാക്കാൻ വെച്ചല്ലോ, അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ഇതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിപ്പം കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെക്കുന്ന കൂട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനനുസരിച്ചുള്ളൊരു പാത്രം കണക്കാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ തീ കത്തിച്ചിട്ടില്ല എപ്പോഴൊന്നും. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇടുക. പിന്നെ നമ്മൾ ആ പൊടിച്ചു വെച്ചിട്ടില്ല ജീരകവും ഏലക്കയെല്ലാം കൂടെ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി തീ കത്തിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട്, അതായത് അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിലാക്കിയെടുക്കണം. ഇങ്ങനെ ആക്കിയെടുക്കാം. ഇല്ലെന്നാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ശർക്കര, അതായത് വെള്ളം ചീവിയിട്ട് കത്തിയും കൊണ്ട് ചീവി എടുക്കും. എന്നിട്ട് അത് ഡയറക്റ്റ് തേങ്ങേൻ്റെ അകത്തോട്ടിട്ടിട്ട് ഏലക്കയോ ജീരകം എന്നാന്ന് വെച്ചാൽ പൊടിയിടണമെന്നാണ് ഇട്ടിട്ട് കൈ കൊണ്ട് തിരുമ്മി എടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇതുപോലെ വാട്ടിയെടുക്കില്ലായിരുന്നു. ഇതിപ്പം നോക്കാം, അതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറുന്ന വരെ അതൊന്ന് വഴറ്റിയെടുത്തു. അന്നേരത്തേക്ക് നമ്മളുടെ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ മാവ് കൈ കൊണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തൂലേ, കുഴയ്ക്കൂലേ, അതേ രീതിയിൽ കുഴച്ച് എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ ഉരുണ്ടകളാക്കി എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം മാത്രം കുറച്ച് കുഴിച്ച് സൈഡിലേക്ക് ഇങ്ങനെ കാർവ് ചെയ്ത് എടുക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ശർക്കരയൊക്കെ ചില കൊഴുക്കട്ടയ്ക്കകത്ത് പൊട്ടി ഒഴുകി പോവില്ലേ, അങ്ങനെ പോവാണ്ട് നല്ല അടിപൊളിയായിട്ട്, അതായത് പുറം ഭാഗം നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ നീറ്റായിട്ടുള്ള കൊഴുക്കട്ട കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, അതായത് ഉരുണ്ട എടുക്കുക. എന്നിട്ട് അത് ഉരുട്ടി വെച്ചിട്ട് ആ ഉരുളയുടെ നടുക്കുന്ന് സൈഡിലേക്കായിട്ട് ഇപ്പോൾ ആ കാണുന്നുണ്ടല്ലോ, കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്, സൈഡിലേക്കായിട്ട് മാവ് മാറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഫില്ലിങ് വെച്ചിട്ട് മേലെ ഭാഗം ക്ലോസ് ചെയ്യുക. അങ്ങനെ ആവുമ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഈ കൊഴുക്കട്ടയുടെ വലിപ്പം ഉണ്ടല്ലോ, നമുക്ക് തീരുമാനിക്കും. ഞാനിവിടെ അത്യാവശ്യം വലുതാണ് ചെയ്യുന്നത്. ഇത്രയും വലുത് തന്നെ ചെയ്യണമെന്നില്ല, കുറച്ച് ചെറുതായാലും ചെയ്താൽ മതി. ഞാനിവിടെ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്കും അന്നേരത്തെ അവളുടെ ഒരു ടോയ് ഫോണുണ്ട്, അതിൽ ഓരോ കീഞ്ഞൊക്കെ ഇട്ടിട്ട് ഓരോ പാട്ട് കേൾക്കും. എന്നിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് കബോർഡിൻ്റെ അകത്തോട്ട് വയ്ക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ഡാൻസ് കളിക്കൽ. ഇതാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ്. എന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇതേ സമയം ഞാനിപ്പുറത്ത് എൻ്റെ പണി നടന്നുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ചില സമയം വന്നിട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യും. പക്ഷേ ഇതേതൊക്കെയാൽ ഈ ഫോൺ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അത്ര വലിയ എന്താ പറയുക, ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. വന്ന് നിന്ന് കളിയേ ഉള്ളൂ. ഞാനതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ പിന്നെ കൊഴുക്കട്ടയെല്ലാം ഉരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ആവിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആവിക്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പകുതി ആവുമ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കി ആവുന്ന ആവി കയറ്റാൻ തുടങ്ങിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഉരുണ്ടയാക്കി വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് തന്നെ, അതായത് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതായിരുന്നു നമ്മളുടെ കൊഴുക്കട്ട ശനിയിൽ നമ്മളാക്കിയ കൊഴുക്കട്ടകൾ. അങ്ങനെ പിന്നെ ഇച്ചായം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ കൊഴുക്കട്ടയെല്ലാം കഴിച്ച്, അതായിരുന്നു നമ്മളുടെ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ. പിന്നെ ഓശാന ഞായറാഴ്ച രാവിലെ തന്നെ ഇവിടെ ഇച്ചായന് ഉറപ്പായിട്ടും വേണ്ടുന്നൊരു കാര്യമാണ് കാപ്പി. അത് കൊടകിൽ നിന്ന് തന്നെ അവിടുത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ ശീലമാണ്. എന്നാന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റാൽ, അവിടെ തണുപ്പാണല്ലോ, അപ്പോൾ എഴുന്നേറ്റാൽ ഉടനെ തന്നെ കാപ്പി വേണം. അത് ചൂടാണേലും ശരി തണുപ്പാണേലും ശരി, കാലാവസ്ഥ എങ്ങനെയാണേലും അവർക്ക് അവിടെ കാപ്പി കുടിച്ചാണ് ശീലം. അങ്ങനെ കാപ്പിയൊക്കെ കൊടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് പൂരിയാണ് ആക്കിയത്. പിന്നെ ഇവിടെ ആണേലും കുർബാന ഉച്ചയ്ക്കാണ്, അതായത് നമ്മുടെ മലയാളം കുർബാന വരണമെന്നാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കുർബാന. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എണീക്കാൻ തന്നെ ഒത്തിരി ലേറ്റാവും. അതായത് ഒരു 12 മണിയൊക്കെ വരെ കിടന്നുറങ്ങുകയെന്ന് വെച്ചാൽ മൊത്തം കിട്ടുന്ന ലീവെന്ന് പറയുന്ന ഞായറാഴ്ചയല്ലേ. അപ്പം ഞായറാഴ്ച മാക്സിമം കിടന്നുറങ്ങും. സിയെ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ കിടന്നുറങ്ങി പതുക്കെ എഴുന്നേറ്റൊക്കെ വരുള്ളൂ. നേരം പോകുന്നതിന് മുമ്പേ പൂരി കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ നമ്മളുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നാണെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ, നമ്മുടെ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇനി പുതിയ റെസിപ്പീസ് വേണമെന്നാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണേ. മിനിമം ഒരു സ്മൈലിയിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി എനിക്ക് എൻ്റെ ചാനലിന് റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കൊഴുക്കട്ട ഇന്നലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ, അതായത് പൂരിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയാണ് ചെയ്യുന്നത്. ഒരു റിയർ കോമ്പിനേഷൻ അല്ലേ, പക്ഷേ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, ഒരു രസമുണ്ട് അതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനിപ്പം തേങ്ങ എടുത്തു, അതിൻ്റെ അകത്തോട്ട് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നിട്ടൊരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചെറുതാക്കി ഇടുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ ചെറിയുള്ളി ഇടാം, പക്ഷേ എനിക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റിനെക്കാട്ടിലും ഈ ചമ്മന്തിക്കകത്ത് സവോളയുടെ ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ടാട്ടോ ഒരു കുഞ്ഞു കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് ഈ ഒരു പരുവം കണ്ടോ, ഈ പരുവത്തിലേക്ക് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുക. കടുക്, കറിവേപ്പില, സവോള, ഉണക്കമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ചമ്മന്തി റെഡി. അല്ലാതെ ഈ തേങ്ങയുടെ, അതായത് അരച്ച ചമ്മന്തിയുടെ കൂട്ടുണ്ടല്ലോ, അത് ഞാൻ തീയിലേക്ക് വെച്ചിട്ടില്ല, പകരം കടുക് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയോ ചെയ്തേ. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ പള്ളിയിലേക്ക് പോവുക. പള്ളിയിലേക്ക് ഇവിടുന്ന് ഉടനെ തന്നെ, ഇതൊരു മെട്രോയ്ക്ക് പോവുകയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പ്, നമ്മൾ ടാക്സിയിലാണ് പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പം അതിൻ്റെ ബാക്കിൽ പാസഞ്ചറിൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു സ്ക്രീനുണ്ട്. അത് എല്ലാ കാറിലും എല്ലാ ടാക്സിയിലും ഇവിടെ ഉണ്ടാവത്തില്ല, ചില ടാക്സിയിലുണ്ടാവും. അതിലുണ്ടല്ലോ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിംസിൻ്റെ ഒരു സോണുണ്ട്. സിയ അത് കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഓരോന്ന് ഞെക്കിയെടുക്കുന്നത്, അവളുടേതായ, ഞാൻ കൈ കൊണ്ട് തൊടുമ്പോഴത്തേ എൻ്റെ കൈ തട്ടി മാറ്റുക, വേണ്ട ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കുറേ നേരം കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. കാരണം ഈ പോകുന്ന വഴിക്ക് തന്നെ 3 സിഗ്നലുണ്ട്. അപ്പോൾ എങ്ങനെയാണേലും കുറച്ച് സമയം എടുക്കും. ഇത്ര ദൂരെ ഉള്ളൂ എന്നാണെങ്കിലും കുറച്ച് സമയം എടുത്ത് അവിടെ എത്തുള്ളൂ. അപ്പം ചുമ്മാ ഈ ബഹളം വെച്ചിരിക്കുന്ന പിള്ളേരാണെന്നാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഒക്കെ മര്യാദയ്ക്ക് ഇരിക്കാൻ ഇങ്ങനത്തെ സെറ്റപ്പ് നല്ലതാണ് കാറുകളിൽ. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിലെത്തി. പള്ളിയിൽ ഒത്തിരി ജനങ്ങളായിരുന്നു, സാധാരണക്കാട്ടിലും കൂടുതൽ ജനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുരുത്തോലയെല്ലാം വാങ്ങി. അത് കഴിഞ്ഞ് കൊഴുക്കട്ട സാറ്റർഡേ അല്ലായിരുന്നു, അതിന് വേണ്ടിയിട്ട് കൊഴുക്കട്ട പള്ളിയിൽ നേർച്ചയായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു വന്നു. ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്നായിരുന്നു.
അതുകൊണ്ട് അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. പിന്നെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ആക്കാമെന്നുകൊണ്ട് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ആ മുട്ടയ്ക്കകത്തോട്ട് ഉപ്പും കുരുമുളകും ഇടുക. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതും ഈ മുട്ട അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ഹാർഡായി വരുമല്ലോ, ഒത്തിരി ഹാർഡാവാൻ നിൽക്കരുത്. ഇട്ട് ഒരു 30 സെക്കൻഡ് അത്രയും കഴിയുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് ഹാർഡായി വരും. അന്നേരം തവി ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് സ്ക്രാമ്പിളാക്കി എടുക്കുക. അല്ലാണ്ട് ഇട്ട ഉടനെ തവിയിട്ട് ഇളക്കാൻ നിന്നിട്ടുണ്ടെന്നാണെങ്കിൽ ഉണ്ടല്ലോ, അത് നമ്മുടെ തവിയിലോട്ടും എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചൊരു സുഖമില്ലാണ്ടായി വരും. അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ചില ബട്ടർ പെട്ടെന്ന് തീ കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് റോസ്മെരി ലീവ്സ് ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി ഇട്ട് കൊടുത്താൽ, അത് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ആദ്യം തന്നെ മഷ്റൂം, ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസ് എൻ്റെ കയ്യിൽ ഫ്രോസനാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ടു. ഉള്ളിത്തണ്ടിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് അത് ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഞാനിവിടെ കുറച്ച് നേരം മൂടി വെച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്, കാരണം കൊച്ചിനും കൂടെ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഒത്തിരി റോ ആയിട്ട് വേണ്ട എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചു. ഇതൊന്ന് റെഡിയായി വന്ന് അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂണോളം സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സോയ സോസ് ഒന്ന് ആ എണ്ണയ്ക്കകത്ത് മുരിഞ്ഞു വരണം. എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇപ്പം തന്നെ അത് തുടക്കത്തിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് പിന്നെയും നടുക്കൊരു ഹോളാക്കിയിട്ട് ഇത് ഒന്ന് സൈഡിലേക്ക് പച്ചക്കറികൾ മാറ്റി വയ്ക്കുക. അതിൻ്റെ അകത്തോട്ട് ഞാൻ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിന് പകരം ടൊമാറ്റോ സോസ്, ചില്ലി സോസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനതിന് പകരം കെച്ചപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി കെച്ചപ്പല്ല ഇടുന്നതെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേണം സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെ അകത്തുനിന്ന് പകുതി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സാക്കുക. അതൊന്ന് മിക്സായി വന്നതും ബാലൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കട്ടകളില്ലാതെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഇടുന്ന ചോറിൻ്റെ അകത്ത്. പിന്നെ ഫ്രഷായിട്ട് തന്നെ ആക്കുന്നതെങ്കിൽ എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ചോറ് ഒരു കുറച്ച് നേരം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ അധികം പൊട്ടി പോകാണ്ട് നമുക്ക് നല്ല നീളത്തിലുള്ള അരികളായിട്ട് തന്നെ ഫ്രൈഡ് റൈസിൻ്റെ ചോറിരിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. അതായത് മിക്സ് ആക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലും എല്ലാ സംഭവങ്ങളും എത്തുന്ന രീതിയിൽ മിക്സ് ആക്കണേ. പിന്നെ കറി ഓൾറെഡി ഉച്ചയ്ക്ക് വാങ്ങിയതിൻ്റെ കുറച്ച് മഞ്ചൂരിയനൊക്കെ, വെജ് മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അതൊക്കെ കൂട്ടി അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ രാത്രിയിലെ ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി മാങ്ങ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ഇതിപ്പം നമ്മൾ ലുലുന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. എന്നിട്ട് അതൊന്ന് അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് അടിക്കുന്നത്. പാലിന് പകരം വെള്ളമാണേലും ഇട്ടാൽ മതിയേ. ഇതിപ്പോൾ രാവിലെ കാച്ചി വെച്ച കുറച്ച് പാല് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാലിട്ടിട്ട് തന്നെ അടിക്കാൻ കാരണം. പിന്നെ അതല്ലെന്നാണെങ്കിൽ ഇപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ചായയോ എന്തെങ്കിലും കുടിക്കും. അപ്പോൾ അതിലും ബെറ്റർ അല്ലേന്നും കൊണ്ട് മാങ്ങ എടുത്തടിച്ചേ. അങ്ങനെ മാംഗോ ജ്യൂസും റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. അപ്പം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.